നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി എനർജി, ടൈം, എന്തിന് ജീവിതം തന്നെ ഹോമിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില വ്യക്തികൾ എന്നാൽ അവർ നിങ്ങളെ വീണ്ടും വീണ്ടും ഇങ്ങനെ വേദനിപ്പിക്കുകയും നിങ്ങൾക്ക് ഒരു പ്രാധാന്യവും തരാതെ മറ്റ് ഓപ്ഷൻസ് ആണ് അവർക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് നിൽക്കുകയും എന്നാൽ ഇങ്ങനെ ഒരുപാട് വേദനിച്ച് സങ്കടപ്പെട്ട് എന്തിന് ചിലരൊക്കെ അത് മുഖേന സ്ട്രെസ്, ഡിപ്രഷനിൽ വരെ പോകുന്ന വ്യക്തികളുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടും വീണ്ടും അവർ തന്നെയാണ് എൻ്റെ ജീവിതം, അവർ തന്നെ എനിക്ക് വേണം, അവരെന്നെ ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ പിന്നാലെ പോകുന്നവരാണോ? എങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. നിങ്ങൾ മാത്രമാണ് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. എന്നാൽ അവർ നിങ്ങളെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ തരുമായിരുന്നു, നിങ്ങളെ ചൂസ് ചെയ്യുമായിരുന്നു. അവർ സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല, നിങ്ങളിൽ നിന്ന് കിട്ടുന്ന മറ്റെന്തിനെയോ ആണ്. അത് പണമായിരിക്കാം, സൗന്ദര്യമായിരിക്കും, അല്ലെങ്കിൽ വേറെ പലതായിരിക്കാം. മൊത്തത്തിൽ അവർ നിങ്ങളെ യൂസ് ചെയ്യുന്നു എന്നർത്ഥം. അത് നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും, അവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. കുറച്ചു പേര് ഇതൊക്കെ മനസ്സിലാക്കിയാലും അവർക്ക് അവരെ വിടാൻ കഴിയില്ല. കാരണം ഇവർ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. ആ സത്യം മനസ്സിലാക്കിയാലെങ്കിലും ആ കംഫർട്ട് സോണൊന്ന് ബ്രേക്ക് ചെയ്യൂ. ബ്രേക്ക് ചെയ്യാൻ കഷ്ടമാണ്, എന്നാലും നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ആത്മാവിനെ സ്നേഹിക്കൂ. നിങ്ങൾക്ക് നിങ്ങളെ ഇനഫാണ്. അവർക്ക് കൊടുക്കുന്ന എനർജിയുടെ ഒരു പകുതി എനർജി നിങ്ങൾ നിങ്ങളുടെ ഗോളിനും നിങ്ങളുടെ കരിയറിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ലെവലിൽ എത്തിച്ചേരും.